ഒരാളെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അവിടെ നീതി നടപ്പായി എന്ന് UDFന്റെ കൺവീനർ പറഞ്ഞു. യഥാർത്ഥത്തിൽ UDFന്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് കൺവീനർ പറഞ്ഞത്. അല്ല, അതിൽ ഈ കോടതികൾക്ക് വിധി പ്രസ്താവന നടത്താൻ അവരുടെ മുമ്പിൽ വന്ന വാദങ്ങളെയും തെളിവുകളെയൊക്കെ ആസ്പദമാക്കി അവകാശമുണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ, സാക്ഷരതയുള്ള, രാഷ്ട്രീയ സാക്ഷരതയുള്ള, ഒരു പരിധിവരെ നിയമസാക്ഷരതയുള്ള കേരളത്തിലെ ജനങ്ങൾ ഇതുപോലുള്ള കാര്യങ്ങൾ, അതിൽ കോടതിയുടെ വിധി വരുമ്പോൾ ചില സാമാന്യ നീതിയെല്ലാം പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ജനങ്ങളുടെ സാമാന്യ നീതി സംബന്ധിച്ച ധാരണയാകെ അട്ടിമറിക്കുന്ന തരത്തിൽ ഈ വിഷയത്തിൽ വിധി വന്നു എന്നുള്ളതാണ് പൊതുവിൽ കേരളത്തിൽ ജനങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് വലിയ തോതിൽ അതിജീവിതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വലിയ പ്രതികരണങ്ങൾ ചലച്ചിത്ര മേഖലയിൽ നിന്ന് തന്നെ ശ്രീ ടൊവിനോ തോമസിനെ പോലുള്ളവർ പറഞ്ഞിരിക്കുന്നു. സമൂഹത്തിൽ വിവിധ സംഘടനകൾ ശക്തമായ നിലപാട് പറഞ്ഞിരിക്കുന്നു. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിജീവിതയ്ക്ക് നീതി ലഭിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാഴ്ചപ്പാടിന്റെയും നിലപാടിന്റെയും ഒപ്പമാണ് ഞാൻ. കോടതി കുറ്റക്കാരായി ഇപ്പം തിരിച്ചറിഞ്ഞിട്ടുള്ളവർക്ക് അർഹമായ ശിക്ഷ തന്നെ പ്രഖ്യാപിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇന്ന് വിധി പ്രഖ്യാപിക്കുമ്പോൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. അതിനെക്കുറിച്ച് അപ്പം മാത്രമേ പ്രതികരിക്കാൻ കഴിയുള്ളൂ. പക്ഷേ ഇപ്പം പൊതുമനസ്സിന് വലിയൊരു ആവലാതിയുണ്ട്, വലിയൊരു പരാതിയുണ്ട്. അത് ഈ ഒരു കേസിൽ മാത്രമല്ല. ഇപ്പം രാഹുൽ എന്നു പേരുള്ള രണ്ടുപേർ നമ്മുടെ നീതിന്യായ സംവിധാനവുമായി ബന്ധപ്പെട്ട്, അന്വേഷണ സംവിധാനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. ഒരാള് അതിജീവിതയെക്കുറിച്ചുള്ള വിവരങ്ങൾ വെളിപ്പെടുത്തിയതിന്റെ പേരിലാണ്. ഒരാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലും റിമാൻഡിലാണ്, ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്. അദ്ദേഹത്തിനെ അന്വേഷണ സംഘത്തിന് കൈമാറുന്നുണ്ട്. എന്നാൽ ആ സംഭവത്തിന് തന്നെ പിന്നിലുള്ള ഏറ്റവും ഘോരമായ അതിക്രമ പരമ്പരകൾ, അതിൽ ഉൾപ്പെട്ടയാള് അദ്ദേഹത്തിന് കോടതികൾ മുൻകൂട്ടി ജാമ്യം കൊടുക്കുക. ആ കേസുമായി ബന്ധപ്പെട്ട് അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറയുന്ന കുറ്റം, ആ കുറ്റവും ഗുരുതരമായ കുറ്റമാണ്. അതിന് ജാമ്യം നിഷേധിക്കുന്നു. അത് സ്വാഗതാർഹമാണ്, അത് ശരിയായ നിലപാടാണ്. പക്ഷെ അതിനേക്കാൾ വലിയ കുറ്റം ചെയ്ത ആള് മുൻകൂർ ജാമ്യവുമായി അദ്ദേഹത്തിന്റെ പേര് നടപടിയെടുത്തു എന്ന് പറയുന്ന പാർട്ടി തന്നെ അദ്ദേഹത്തിന് പൂച്ചെണ്ട് കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. ആ പാർട്ടി നമ്മുടെ ചലച്ചിത്ര താരത്തിന് നേരെ നടന്ന അതിക്രമവുമായി ബന്ധപ്പെട്ട് ഒരാളെ കുറ്റവിമുക്തനാക്കിയപ്പോൾ അവിടെ നീതി നടപ്പായി എന്ന് UDFന്റെ കൺവീനർ പറഞ്ഞു. യഥാർത്ഥത്തിൽ UDFന്റെ മനസ്സിലിരിക്കുന്ന കാര്യമാണ് കൺവീനർ പറഞ്ഞത്. അതങ്ങനെ പറയാൻ പാടില്ല എന്ന് അവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് പുറത്തു ചാടിപ്പോയി. പിന്നെ അദ്ദേഹം ചില തിരുത്തലുമായിട്ട് വന്നു. അപ്പോൾ കേരളത്തിന്റെ സാംസ്കാരിക നിലവാരത്തിന് നിരക്കാത്തത് പലതും സംഭവിക്കുന്നു. കേരളത്തിലെ ചില കോടതികളും കേരളം പ്രതീക്ഷിക്കുന്ന നീതിബോധം കേരളത്തിലെ ചില കോടതികൾ ചില വിഷയങ്ങളിൽ കാണിക്കുന്നില്ല. ഒരു രാഹുലിന്റെ കാര്യത്തിൽ കാണിക്കുന്നു. ഐഡന്റിറ്റി വെളിപ്പെടുത്തിയ കാര്യത്തിൽ ശക്തമായിട്ട് ജാമ്യം നിഷേധിച്ചുകൊണ്ട് പോലീസിന് ചോദ്യം ചെയ്യാനെല്ലാം വിട്ടുകൊടുക്കുന്നു. അതിനേക്കാൾ വലിയ കുറ്റം ചെയ്തു എന്നതിന് ഇപ്പൊ തന്നെ ഒരു സീരിയൽ ഒഫൻഡറാണ്. അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്തുദാരമായ സമീപനമാണ്. നമ്മുടെ നാട് ചിന്തിക്കുന്ന നീതിബോധം ചില വിഷയങ്ങൾ വരുമ്പോൾ കോടതികളുടെ ഭാഗത്ത് നിന്ന് വേണ്ട പോലെ അവർക്ക് പാലിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള വലിയ സംശയം, വലിയ മനസ്താപത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം പറയുന്നത്.